Hi students, ഇനി നമുക്ക് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്നുള്ള ചാപ്റ്ററിലെ ചില എൻട്രൻസ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ദ ബയോഡൈവേഴ്സിറ്റി ഈസ് എ സ്റ്റഡി ഓഫ് ഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി ഈസ് എ സ്റ്റഡി ഓഫ് ഡൈവേഴ്സിറ്റി. ഓപ്ഷൻ എ ബിലോ സ്പീഷീസ് ലെവൽ, ഓപ്ഷൻ ബി അറ്റ് സ്പീഷീസ് ലെവൽ, സി ഓപ്ഷൻ അറ്റ് കമ്മ്യൂണിറ്റി ലെവൽ, ഓപ്ഷൻ ഡി അറ്റ് ഓൾ ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ വെറൈറ്റി ഓഫ് ലിവിങ് ഓർഗാനിസം പ്രസൻറ്റ് ഓൺ ദ എർത്ത്. അപ്പോൾ അതിൽ ഓപ്ഷൻ കറക്റ്റ് വരുന്നത് നമുക്കറിയാം ഒറ്റ ഓൾ ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ ആണ്. അറ്റ് ഓൾ ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. According to IUCN 2004, the total number of plant and animal species described so far is slightly more than. IUCN കണക്കുകൾ പ്രകാരം അതായത് ടോട്ടൽ നമ്പർ ഓഫ് പ്ലാന്റ് ആൻഡ് അനിമൽ സ്പീഷീസിൻ്റെ കണക്കാണ് പറയുന്നത്. ഓപ്ഷൻ എ 5 മില്യൺ, ഓപ്ഷൻ ബി 7 മില്യൺ, ഓപ്ഷൻ സി 1.5 മില്യൺ, ഓപ്ഷൻ ഡി 0.5 മില്യൺ. IUCN 2004 കണക്കുകൾ പ്രകാരം ടോട്ടൽ നമ്പർ ഓഫ് പ്ലാന്റ് ആൻഡ് അനിമൽ സ്പീഷീസ് സോ ഫാർ കണ്ടെത്തിയിട്ടുള്ളത് 1.5 മില്യൺ ആണ്. അപ്പോൾ നമുക്കിവിടെ കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന മറ്റൊരു ഓപ്ഷൻ 7 മില്യൺ ആണ്. ഈ 7 മില്യൺ എന്നുള്ള ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം നാച്ചുറലിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് മെയ്. അക്കോർഡിംഗ് ടു റോബർട്ട് മെയ് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്ലാന്റ് ആൻഡ് അനിമൽ സ്പീഷീസ് ഈസ് അബൌട്ട് 7 മില്യൺ ആണ്. ഓക്കെ, സോ ദ കറക്റ്റ് ഓപ്ഷൻ അണ്ടർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ സി 1.5 മില്യൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. More than 70% of all the species recorded so far are. Option A insects, option B plants, option C animals, option D invertebrate. ഇവിടെ ചോദ്യം ഇങ്ങനെയാണ്, ഇന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതിൽ 70% വരുന്ന സ്പീഷീസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഇൻസെക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇൻസെക്റ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ ഫൈലം ആർത്രോപോഡ എന്ന് പറയുന്ന ഒരു പ്രത്യേക കാറ്റഗറിയിലേക്ക് തന്നെ തരംതിരിച്ചിട്ടുള്ളത്. സോ വി നോ ദാറ്റ് ആർത്രോപോഡ ഈസ് ദ ലാർജസ്റ്റ് ഫൈലം എമംഗ് കിങ്ഡം അനിമാലിയ. സോ ഓപ്ഷൻ എ ഇൻസെക്റ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സോട്ടിക് സ്പീഷീസ്. എക്സോട്ടിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ഓഫൺ എൻഡേഞ്ചേർഡ്, ദേ ആർ യൂഷ്വലി ഇൻക്രീസ് ബയോഡൈവേഴ്സിറ്റി, often enhance the habitat for native species, usually reduce biodiversity. അതായത് എക്സോട്ടിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഫോറിൻ സ്പീഷീസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതായത് ഇൻവേഷൻ ഓഫ് ഏലിയൻ സ്പീഷീസ്. ഫോറിൻ സ്പീഷീസിനെ ഇങ്ങോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സോട്ടിക് സ്പീഷീസ് എന്ന് പറയാം. അപ്പോൾ ഈ എക്സോട്ടിക് സ്പീഷീസിൽ നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നത്? ബയോഡൈവേഴ്സിറ്റി കുറയല്ലേ ചെയ്യുക. കാരണം ഫോറിൻ സ്പീഷീസിലേക്ക് ഇങ്ങോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള സ്പീഷീസുകൾ കുറയും. സോ ഓപ്ഷൻ D, usually they reduce the biodiversity. Next one, which of the following is not the example of recent extinction? അടുത്തിടയ്ക്ക് നശിച്ചു പോകാത്ത അല്ലെങ്കിൽ അടുത്തിടയ്ക്ക് നമുക്കറിയാം നശിച്ചു പോയതിനാണല്ലോ റീസെൻറ്റ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ എക്സാമ്പിൾ ഓഫ് റീസെൻറ്റ് എക്സ്റ്റിങ്ഷൻ? അടുത്തിടയ്ക്ക് നശിച്ചു പോകാത്ത ഒരു വിഭാഗം ഏതാണ്? ഓപ്ഷൻ എ സ്റ്റെല്ലർ സീക്കൗ. നമുക്കറിയാം അത് റഷ്യയിലുള്ളതാണ്, നശിച്ചു പോയിട്ടുള്ളതാണ്. ഡോഡോ മൗരിറ്റസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നശിച്ചു പോയതാണ്. ക്വാജ അതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അതും നശിച്ചു പോയൊരു വിഭാഗമാണ്. പീജിയൻ അല്ല, പീജിയൻ എന്ന് പറയുന്നത് റീസെൻ്റ് ആയിട്ട് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയതല്ല. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വെർട്ടിബ്രേറ്റ് ഗ്രൂപ്പ് ഈസ് മോർ വൾണറബിൾ ടു എക്സ്റ്റിങ്ഷൻ? ഏറ്റവും കൂടുതൽ എക്സ്റ്റിങ്ക്റ്റ് ആകാൻ പോകുന്ന സ്പീഷീസ് ഏതാണ്? ഓപ്ഷൻ എ ബേർഡ്സ്, ഓപ്ഷൻ ബി ആംഫിബിയൻസ്, ഓപ്ഷൻ സി മാമൽസ്, ഓപ്ഷൻ ഡി ഫിഷസ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ എക്സ്റ്റിങ്ക്റ്റ് ആകാൻ ചാൻസ് ഉള്ളൊരു വിഭാഗം ആംഫിബിയൻസ് ആണ്. നമ്മൾ പറയുന്നുണ്ട്, അതിൻ്റെ ഒരു പെർസെൻറ്റേജ് പറയുന്നുണ്ട്, 32% ആണ് ആംഫിബിയൻസുകളുടെ എക്സ്റ്റിങ്ഷൻ പറയപ്പെടുന്നത് അല്ലേ. സോ ഓപ്ഷൻ ബി ആംഫിബിയൻസ് ആണ് ഇവിടെ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രം ഒറിജിൻ ഓഫ് ലൈഫ് ടു ഇറ്റ്സ് ഡൈവേഴ്സിഫിക്കേഷൻ ഓൺ എർത്ത് ദർ ഹാവ് ഒക്കേർഡ് ഫോളോയിങ് നമ്പർ ഓഫ് എപ്പിസോഡ്സ് ഓഫ് മാസ് എക്സ്റ്റിങ്ഷൻ. അതായത് ലൈഫ് ഉണ്ടായത് തുടങ്ങി ഈ ഒരു കാലഘട്ടം വരെ എത്ര തവണ ഇവിടെ മാസ് എക്സ്റ്റിങ്ഷൻ നടന്നിട്ടുണ്ട്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 5. നമുക്കറിയാം ഇവിടെ മാസ് എക്സ്റ്റിങ്ഷൻ നടന്നിട്ടുള്ളത് 5 തവണയാണ്. 5 തവണയാണ് മാസ് എക്സ്റ്റിങ്ഷൻ നടന്നിട്ടുള്ളത്. 6ാമത്തെ ഒരു എക്സ്റ്റിങ്ഷൻ നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, സോ ഹിയർ ദ ആൻസർ കംസ് 5. നെക്സ്റ്റ് വൺ. The evil quartet of biodiversity laws
does not include. ബയോഡൈവേഴ്സിറ്റി ലോസിന് 4 കാരണങ്ങളാണുള്ളത്. അതുകൊണ്ടാണ് അതിനെ ക്വാർട്ടറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഒരു ബയോഡൈവേഴ്സിറ്റി നശിച്ചു പോകുന്നതിൻ്റെ കാരണം ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഡിസ്ട്രക്ഷൻ ആണ്. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതായത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഏലിയൻ സ്പീഷീസ് ആണ്. മൂന്നാമത്തത് ദറ്റ് ഈസ് കോ എക്സ്റ്റിങ്ഷൻ ആണ്. മറ്റൊന്ന് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലല്ലാതെ വരുന്ന ഏതാണ് നോക്കിയേ, ഡി ഹണ്ടിങ് ആണ് അല്ലേ. ഹണ്ടിങ് ഒന്നും ഈ കൂട്ടത്തിൽ വരുന്നതല്ല. See next question. Amazon rainforest. Amazon rainforest called the lungs of the planet. പ്ലാനറ്റിൻ്റെ ലെങ് എന്നറിയപ്പെടുന്നത് ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ് ആണ്. ഇറ്റ് കോൺട്രിബ്യൂട്ട് ഫോളോയിങ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ബൈ ഫോട്ടോസിന്തസിസ് ടു എർത്ത് അറ്റ്മോസ്ഫിയർ. എത്ര ശതമാനം ഓക്സിജൻ ആണ് ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ് ഇവിടേക്ക് കൊടുക്കുന്നത്? ഓപ്ഷൻ എ 20% ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ലെങ് ഓഫ് ദ പ്ലാനറ്റ് എന്ന് പറയാൻ പെടുന്നത്. Next one, the following is not the approach for in situ conservation. On site conservation il varathadu. Biosphere reserve, sanctuary, wildlife safari park, sacred grove. Option C, wildlife safari park aanu ivide in situ conservation il varatha karyam ennu parayunnu. Next one, the taxa believed likely to join the endangered category in near future. ഓക്കെ, അടുത്തിടയ്ക്ക് നശിച്ചു പോകുന്നതിന് പറയുന്ന പേര് റെയർ, എക്സ്റ്റിങ്ക്റ്റ്, വൾണറബിൾ, ലിവിങ് ഫോസിൽ. അതിന് നമ്മൾ പറയുന്നത് വൾണറബിൾ എന്നാ പറയാം. അടുത്തിടയ്ക്ക് നശിക്കാൻ പോകുന്നതിനെ നമ്മൾ പറയുന്നത് വൾണറബിൾ ടു എക്സ്റ്റിങ്ക്റ്റ് എന്നാ പറയാം. എക്സ്റ്റിങ്ക്റ്റ് എന്ന് പറയാൻ നശിച്ചു പോയതിനെയാണ് പറയപ്പെടുക. സോ ഓപ്ഷൻ സി വൾണറബിൾ ആണ് ഇവിടുത്തെ ആൻസർ. Next question, the area where wild population, traditional lifestyle and genetic resources are protected. Okay, the area where wild population, traditional lifestyle and genetic resources are protected. A, core zone. B, buffer zone. C, biosphere reserve. D, manipulation zone. അങ്ങനെ ട്രഡീഷണൽ ലൈഫ് സ്റ്റൈലുകളും വൈൽഡ് പോപ്പുലേഷനും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുക. ഇതൊരു ഇൻസിറ്റു കൺസർവേഷനാണ് ബയോസ്ഫിയർ റിസർവ്. നെക്സ്റ്റ് വൺ, അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആർ ബെസ്റ്റ് പ്രൊട്ടക്റ്റഡ് ഇൻ. അനിമൽസും പ്ലാന്റ്സും ഒക്കെ ബെസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സൂ, ബൊട്ടാനിക്കൽ ഗാർഡൻ, സാങ്ച്വറി, നാഷണൽ പാർക്ക്. നമുക്കറിയാം നാഷണൽ പാർക്കാണ്, അതായത് അനിമൽസും പ്ലാന്റും ഒക്കെ ബെസ്റ്റായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം നാഷണൽ പാർക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് ജിയോഗ്രാഫിക്കൽ ഏരിയ ഷോ മാക്സിമം ബയോഡൈവേഴ്സിറ്റി ഇൻ അവർ കൺട്രി? നമ്മുടെ കൺട്രിയിൽ ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ളത് എവിടെയാണ്? സുന്ദർബൻസ് ആൻഡ് റാൻ ഓഫ് കച്ച്, ഈസ്റ്റേൺ ഗഡ്സ് ആൻഡ് വെസ്റ്റ് ബംഗാൾ, ഈസ്റ്റേൺ ഹിമാലയ ആൻഡ് വെസ്റ്റേൺ ഗഡ്സ്, കേരള ആൻഡ് പഞ്ചാബ്. ഓപ്ഷൻ സി ഈസ്റ്റേൺ ഹിമാലയ ആൻഡ് വെസ്റ്റേൺ ഗഡ്സ് ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് അണ്ടർ ഇൻ സിറ്റു കൺസർവേഷൻ? ഇൻ സിറ്റു കൺസർവേഷനിൽ പെടാത്ത കാര്യം ഏതാണ്? ബൊട്ടാനിക്കൽ ഗാർഡൻ, ബയോസ്ഫിയർ റിസർവ്, നാഷണൽ പാർക്ക്, സാങ്ച്വറി. ഇൻ സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ഓൺ സൈറ്റ് കൺസർവേഷൻ ആണല്ലോ. ഒരു ഓർഗാനിസത്തിനെ നമ്മൾ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെയാണ് ഇൻ സിറ്റു കൺസർവേഷൻ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഇൻ സിറ്റു കൺസർവേഷനിൽ വരാത്ത ഒന്നാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ. ബൊട്ടാനിക്കൽ ഗാർഡൻ എക്സ് സിറ്റു കൺസർവേഷൻ ആണ്. നെക്സ്റ്റ് വൺ, which of the following is considered a hotspot of biodiversity in India? Indo-Gangetic Plain, Eastern Ghats, Aravalli Hills and Western Ghats. Western Ghats. Okay. Next one, which of the following is an example of ex situ conservation? എന്താണ് എക്സ് സിറ്റു കൺസർവേഷൻ? എൻഡേഞ്ചർ ആയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ ഒരു സ്പീഷീസിനെ എടുത്തുകൊണ്ട് വന്നിട്ട് മനുഷ്യരുടെ കെയറിൽ ഫുഡ് ഹാബിറ്റിൻ്റെയും ബിഹേവിയറിനെയും ഒക്കെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന മെത്തേഡാണ് എക്സ് സിറ്റു കൺസർവേഷൻ. അപ്പോൾ അതിൽ വരുന്നത് എ നാഷണൽ പാർക്ക്, ബി വൈൽഡ് ലൈഫ് സാങ്ച്വറി, സി സീഡ് ബാങ്ക്, ഡി സേക്രഡ് ഗ്രൂവ്സ്. നാഷണൽ പാർക്ക് അങ്ങനെയല്ല, വൈൽഡ് ലൈഫ് സാങ്ച്വറി അങ്ങനെയല്ല. അങ്ങനെ വരുന്നത് സീഡ് ബാങ്ക് ആണ് അല്ലേ. റയർ ആയിക്കൊണ്ടിരിക്കുന്ന സ്പീഷീസിൻ്റെ ഒക്കെ സീഡ് എടുത്ത് നമ്മൾ സീഡ് ബാങ്കിൽ കളക്ട് ചെയ്ത് വെക്കും, പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്തത് IUCN stands for Indian Union for Conservation of Nature, International Union for Conservation of Nature, Indian Union for Chemical Nomenclature, International Union for Conservation of Nutrients, International Union for Conservation of Nature
ആൻഡ് നാച്ചുറൽ റിസോഴ്സും കൂടി ഉണ്ട്. ഓപ്ഷൻ ഇവിടെ വരുന്നത് ബി ഓപ്ഷനാണ്. അടുത്തത് ഹോട്ട്സ്പോട്ട്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി മീൻസ് എ ഏരിയാസ് ഓഫ് ദ എർത്ത് കണ്ടെയ്ൻ മെനി എൻഡമിക് സ്പീഷീസ്, ബി സ്പീഷീസ് serves as proxy for entry community in particular area, C species in particular niche or area, option D species diversity at particular area. ഇവിടെ areas of the earth contain many endemic species is known as hotspot. Next one, which one of the following has the highest number of species in nature? ഏറ്റവും കൂടുതൽ സ്പീഷീസുകൾ ഉള്ളത് ആൻജിയോസ്പേംസ്, ഫംഗൈ, ഇൻസെക്ട്സ്, ബേർഡ്സ്. നമ്മൾ ഈ ഒരു സെഷനിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ സ്പീഷീസുകൾ നമ്മൾ കാണാൻ കഴിയുന്നത് ഇൻസെക്റ്റിലാണ്. അതുകൊണ്ടാണല്ലോ ലാർജസ്റ്റ് ഫൈലം എമംഗ് കിങ്ഡം അനിമാലിയ എന്നറിയപ്പെടുന്നത് ഇൻസെക്റ്റിനെയാണ്. സോ ഹിയർ ദ ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, which of the following is the most serious threat to biodiversity? ബയോഡൈവേഴ്സിറ്റിക്ക് ഏറ്റവും ത്രെറ്റ് അല്ലെങ്കിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം ഏതാണ്? ഓപ്ഷൻ എ കോമ്പറ്റീഷൻ ഫ്രം എക്സോട്ടിക് സ്പീഷീസ്, ബി കൊമേഴ്ഷ്യൽ ഹാർവെസ്റ്റിംഗ്, സി ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ, ഡി ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ഇതെല്ലാം ഈവിൽ കോർട്ടറ്റ് ആണ്. പക്ഷേ ഇതിൽ ഏറ്റവും ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കേണ്ട ഓപ്ഷൻ ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ ആണ്. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ഇസ് ദ വൺ അമംഗ് ദ മെയിൻ ഈവിൽ കോർട്ടറ്റ്. അപ്പോൾ ഇവിടെ കറക്റ്റ് വരുന്നത് ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ ആണ്. Okay, so we can move to the next question. Which of the following characteristics would use a country to be considered a high priority region for conservation efforts? So which of the following characteristics would use a country to be considered a high priority region for conservation effort? A high degree of endemism, having low species richness, having little natural habitat remaining, all of the above. ഏറ്റവും കൂടുതൽ പ്രിയോറിറ്റി കൊടുക്കേണ്ട ഏരിയ ഏതാണെന്നാണ് നമുക്കറിയാം. എ ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം, അതിന് പറയുന്ന മറ്റൊന്നാണ് ഹോട്ട്സ്പോട്ട്. ഓർക്കുന്നുണ്ടാവും, ഹോട്ട്സ്പോട്ടിലാണ് ഏറ്റവും കൂടുതൽ എൻഡമിക് സ്പീഷീസുകൾ കാണാൻ കഴിയുക. അവിടെ മാത്രം കാണുന്ന സ്പീഷീസുകളാണ് ഉണ്ടാവുക. റെയർ ആയിട്ടുള്ള സ്പീഷീസുകൾ കാണുന്ന സ്ഥലമാണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയാം. അപ്പോൾ ഇവിടെ എ ഓപ്ഷൻ വരും കറക്റ്റ്.